ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റോമൻ ഗെയിമിങ്. ഇന്ന് വന്നേക്കണം നമ്മൾ ഇവിടെ ബീച്ചിൻ്റെ ചോപ്പറിൻ്റെ ഒപ്പം കളിക്കായിരുന്നില്ല. അപ്പോൾ പുതിയൊരു വണ്ടി കണ്ട് നിലത്ത് ഇങ്ങനെ പൊളിഞ്ഞ രീതിയിൽ. ഞാൻ ഇതാ ശരിക്കും വന്നാണ്, ഇത് കണ്ടൻറ്റിന് വേണ്ടി എടുക്കണമല്ല, ശരിക്കും ഇവിടെ കിടക്കണ്ടായിരുന്നു. കണ്ടോ പുകയൊക്കെ വരുന്നുണ്ട്, ആരും ഇടിച്ച് ഇട്ടേക്കണം, ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. കണ്ടോ അത്യാവശ്യം നീട്ടുള്ള വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഫ്രീ ഫയറിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട്, സ്കിന്നുണ്ട്, ഒരു ബ്ലാക്ക് കളറ്. ഈ പീരെ ക്യാരക്ടർ വന്നില്ലേ, അന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്, അതെന്താ ഭാഗ്യം. നമുക്ക് ആക്സിലേറ്റർ ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ട്, പതുക്കെ പതുക്കെ പോണ് നമുക്ക് ഗൈസ്. ഇപ്പോൾ ഞാൻ ആക്സിലേറ്റർ കാണിച്ചു തരാം. കണ്ടോ സ്കിഡാണ്, കണ്ടോ ചൂടായിട്ട് പൊട്ടിത്തെറിക്കുക ആക്സിലേറ്റർ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ. കണ്ടോ പതുക്കെ പതുക്കെ പോകണുള്ളൂ ഗൈസ്. കണ്ടോ ചൂടായിട്ട് നോക്കി ഇപ്പോൾ പൊട്ടും, ഒരു ഇടിച്ചാൽ പൊട്ടും. നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ബെന്നി മാറിക്കട മുമ്പിൽ നിന്ന് ബെന്നിക്ക് കൊടുക്കുക, എന്നിട്ട് പറയാ ഒന്ന് ശരിയാക്കി തരുമോ, ഇത്തിരി കളർഫുള്ളാക്കി തരുമോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ മോഡിഫൈ ആക്കാൻ പറയാല്ലേ, മോഡിഫൈ ആക്കാൻ പറയാം. ബെന്നി ചെയ്തു തരും. നമ്മളതിൽ 5000 സംതിങ് ഉണ്ട്, നമുക്ക് അതും കൊണ്ട് പോവാം ഗൈസ്. ബെന്നിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ബെന്നി പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ബെന്നി പൈസ വാങ്ങിയില്ല കേട്ടാ ഇപ്പം. എന്താണാവോ നമ്മളെ വീട്ടിലേക്ക് പോകണം. എന്നാൽ വീട്ടിലെത്തിയിട്ട് വേണം ഗൈസ്. ബെന്നി പറഞ്ഞ് പൈസ വേണ്ടാന്ന്. പക്ഷെ ഇവിടെ വണ്ടി കാണാനില്ല. ബെന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോസ് ആൻഡസിൽ കൊണ്ടിട്ടുന്നു, ഇവിടെ വണ്ടിയുടെ പാർട്സ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ്. അപ്പോൾ ലോസ് ആൻഡസിൽ പോകണം. ഇവിടെ എന്താണാവോ വണ്ടിയുടെ പാർട്സ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞവൻ. അവിടുത്തെ ഒരു ഗ്യാരേജ് ഉണ്ടായിരുന്നു അവന് ഗൈസ്. ബെന്നിൻ്റെ വീട്ടിൽ പോകണ്ട ഗൈസ്, ഭയങ്കര സെറ്റ് വീടെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ വീട്ടിൽ ചെന്നാൽ അവനെ കിട്ടും, നമുക്ക് അവൻ്റെ വീട്ടിൽ ചെല്ലണം. അവൻ ബീച്ച് സൈഡിലാണ് അവൻ്റെ വീട്, അത്യാവശ്യം കാശുള്ള വീടാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ടാ അതിന് കാശ് പോയത്. പിന്നെ 2-3 പേർക്ക് ഡൊണേറ്റ് ചെയ്ത് കാശ്, ഒരു ഗ്യാങ്ങിന്. ബീച്ച് എത്താറായി. നമുക്ക് അവിടെ പോയിട്ട് ഏത് കളറാണ് അടിച്ചതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായം പറയണം, ബെല്ലൈക്കൺ അടിച്ചു പൊളിച്ചു. ബെന്നിൻ്റെ വീട് എത്തിയിട്ടാ ഗൈസ്, നമുക്ക് പാർക്ക് ചെയ്തില്ല. ബെന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി ഉണ്ട്, ഒരു ഓഫ് റോഡ് വണ്ടി. ആ വണ്ടി ഉണ്ടാവും, അത് അവൻ്റെ കൂട്ടുകാരൻ വന്ന് എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഞാൻ കാണിച്ചാൽ ഇത് കണ്ടോ, ഈ വണ്ടി നോക്കി ഈ വണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ ഷോക്ക് അബ്സോർ സെറ്റ് വണ്ടി പോനെ. ഈ വണ്ടി ഞാനാണ് കട്ടുകൊണ്ട് വന്നത്, ഈ ബെന്നിക്ക് കൊടുത്ത്. ബെന്നി എനിക്ക് വേണമെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബെന്നി അവൻ്റെ ഒരു കൂട്ടുകാരനെ വിറ്റത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ബാക്കൊക്കെ പൊളിഞ്ഞിരിക്കണം, അതൊരു ഫൈറ്റിയിലാണ്. പക്ഷേ പറഞ്ഞ് ബെന്നിയുടെ കൂട്ടുകാരൻ പറഞ്ഞ് ദിഗത് എടുത്തോളാം. സെറ്റ് വണ്ടി. പക്ഷേ ബാക്ക് ഇത്തിരി ചില്ലൊക്കെ ഇത്തിരി പൊട്ടിയിട്ടുണ്ട്. കണ്ട ഷോക്ക് അബ്സോറൊക്കെ കണ്ട, ഡാൻസ് കളിക്കുന്ന പോലെ ഉണ്ട്. കണ്ട ഗൈസ്, സെറ്റ്. നൈറ്റ് ഇട്ടപ്പോൾ നോക്ക് ഗൈസ്, തീ നോക്ക് ഓനെ, അടിപൊളി സാധനം ഓനെ, സൂപ്പർ. കണ്ട ഡാൻസ് കളിക്കണണ്ട, ഡാൻസ് അല്ല പക്ഷേ അത് ഷോക്ക് അബ്സോറാണ്. സെറ്റ് സാധനം ഗൈസ്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. കയ്യിൽ ഹാൻഡിലാവണ്ട, ഇത് നല്ല ഹാൻഡ്ലിങ് ഉള്ള വണ്ടിയാണ്. നൈട്രൊക്കെ ഇട്ടപ്പോൾ സെറ്റായിട്ട് പോയി. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇവിടെ ഇട്ടിട്ടാണോ വേണ്ട, അങ്ങോട്ട് എടുത്ത് വയ്ക്കാം നമ്മളെ വീടിൻ്റെ മുമ്പിൽ. എൻ്റെ ലുക്ക് നോക്ക് ഗൈസ്, ഒരു തരം ടെറർ ലുക്ക്. നമുക്ക് നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, 2 വണ്ടി ഗൈസ് കിടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും 2 വണ്ടി അവിടെ നിന്ന്. ഈ നീല വണ്ടിയാണ് നമ്മളതേ. ഇപ്പോൾ ഞാൻ എടുക്കണ വണ്ടിയാണ് നമ്മൾ. സെറ്റ് നോക്കട്ടെ ഗൈസ്, ഞങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട് വ്യൂ. ഗൈസ് നോക്കി, ബ്ലൂ കളർ സെറ്റ് ചീസാണ്, അടി പണ്ടാരം നൈട്രോ പണ്ടാരം തീവ്രം ഗൈസ്. സീറ്റ് നമുക്ക് ഓടിച്ചു നോക്കാം ഗൈസ്. കയ്യിൽ നിൽക്കണില്ല കേട്ടോ ഗൈസ്, സ്പീഡായിരുന്നു. സെറ്റ്
ഡ്രിഫ്റ്റിങ് ഇപ്പം കൊണ്ട് ഇടിച്ചാണ് ഞാൻ ശരി. ഓ സെറ്റ് സാധനം ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ഇത്ര നല്ല ഇത് കണ്ടിട്ടില്ല. ഓ ബെന്നി സൂപ്പർ. നിനക്ക് ഞാൻ 2-3 പ്രമോഷൻ തരാടാ ഫ്രീ ആയിട്ട്. ഓനെ നമുക്ക് അടുത്ത വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെറ്റ് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. നിങ്ങൾ വിചാരിക്കും മറ്റേ വണ്ടി ഏതെന്ന്. ആ വണ്ടി ഞാൻ കട്ടുകൊണ്ട് വന്നാണ്, അത് വീഡിയോ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നോക്കാം നമുക്ക്. ഉണ്ടോ ഇത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഫ്രീ ഫയർ ലവേഴ്സിന് മാത്രമേ അറിയുള്ളൂ ആ വണ്ടി, കണ്ടാലും മനസ്സിലാവും. നിങ്ങൾ ഫ്രീ ഫയർ കളിക്കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. ഫ്രീ ഫയർ കളിക്കണവർ ലൈക്ക് ചെയ്യും, പബ്ജി കളിക്കണവർ സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ റോബ്ലക്സ് കളിക്കണവർ കമൻറ്റ് ചെയ്യും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ആണെങ്കിൽ കമൻറ്റ് ചെയ്യും ഏതാണ്. പിന്നെ ഫ്രീ ഫയർ ആണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും, പിന്നെ പബ്ജി അങ്ങനെ പറയും ചെയ്തു. ഓ സെറ്റ് മോനെ, ഇതിനകത്തും തീ വരണം മോനെ. ഇത് സെറ്റുണ്ടോ? ഓടിച്ച് ഇല്ല പോലീസ് കേസായേ മോനെ. സെറ്റ് സാധനം. ഓ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. നമ്മളെ വണ്ടി കാണാനല്ലോ മറ്റേ ബെന്നിക്ക്. എനിക്ക് തോന്നുന്നു ബെന്നിൻ്റെ കൂട്ടുകാരൻ കൊണ്ടുപോയെന്നാണ് തോന്നുന്നത്. നമുക്കത് കാര്യമില്ല, നമ്മൾ കാണിച്ചു കൊടുത്താലേ സീനില്ല. കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. എന്നാ ബെന്നി വിളിച്ച് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകുന്നു. സെറ്റ് സാധനം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു നീ. അപ്പോൾ പുറത്തെടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പുറത്തെടുത്ത് വെച്ചത് നമ്മളെ വീടിൻ്റെ മുമ്പിൽ. അവനെടുത്തുകൊണ്ട് പോയി, നമ്മളോട് സംസാരിക്കുന്നില്ല. അവൻ ഇൻട്രോവേർട്ടാണ് ഗൈസ്. ഓ സെറ്റ് വണ്ടി ഗൈസ്, നീല വണ്ടി ഗൈസ്. ഇത് ഹൈയോട്ടര ചെറിയൊരു തീ പോലില്ലേ, ഫ്രീ ഫയർ കളിക്കണവർക്ക് മനസ്സിലാവും. ഒരു ബ്ലൂയിഷ് അങ്ങനത്തെ സ്കൈ ബ്ലൂ ഹൈയോട്ടര ഡിസൈൻ ഗൈസ്. ഞാനിത് ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതിനെപ്പറ്റി. ഗരീനര നിങ്ങൾ കാണുക ഗൈസ്. എൻ്റെ എല്ലാ ഷോർട്സും ലൈക്ക് ചെയ്യ്. ബൈ ഗൈസ്.